പാലക്കാട്ട് മുനമ്പം വിഷയം പ്രതിഫലിക്കുമെന്ന് മുനമ്പം സമരസമിതി. സമരത്തിന് തുടക്കം മുതൽ ഒപ്പം നിന്നത് BJP മാത്രം. സമരത്തിൽ ജനശ്രദ്ധ നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണെന്നും മുനമ്പം സമരസമിതി നേതാവ് CG ജിൻസൺ പറഞ്ഞു. ലീഗിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മുസ്ലിം ലീഗിൻ്റേത് രാഷ്ട്രീയ നാടകമാണ്, ലീഗ് നടത്തുന്നത് പ്രഹസനമെന്നും വിമർശനം. ഇത്ര വർഷമായിട്ട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുസ്ലിം ലീഗ് ഇന്നലെ അറിഞ്ഞു വെക്കണതല്ലോ. അപ്പോൾ ഇലക്ഷൻ തന്നെയാണ് എല്ലാവരുടെയും മാനദണ്ഡം. അത് വെച്ചിട്ടാണ് അവർ കാണാൻ വന്നേക്കുന്നത്. എല്ലാവരെയും നമുക്ക് ഏത് ഘട്ടത്തിൽ തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉള്ളത് BJP തന്നെയാണ്. നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. BJP തന്നെയാണ് നമുക്ക് തുടക്കം മുതൽ ഉള്ളത്. അവർ തന്നെയാണ്. അവരുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മളെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഐക്യദാർഢ്യം കേന്ദ്രമന്ത്രി വന്നതോടെയാണ് കൂടുതലും ഈ സമരം ശ്രദ്ധയിലോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ BJP തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ BJP നല്ലൊരു സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, അത് ശക്തമായ ഒരു തുറന്ന നിലപാടാണ്. എന്താണ് അവർ വ്യക്തമാക്കുന്നത്? മായ ഒരു നിലപാട് വ്യക്തമാക്കൽ തന്നെയാണ് മുനമ്പം സമരസമിതിയിൽ നിന്ന് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് നടത്തുന്ന ഈ ഒരു നിലപാട് വ്യക്തമാക്കൽ എന്ന് പറയുന്നത് അതിന് ഏറെ രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇടത് യാതൊരു ആഭിമുഖ്യവും അവർക്കില്ല എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞു. അത് ഒരു പടി കൂടി കടന്ന് കൃത്യമായി അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് CG ജിൻസൺ ജനൻ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. BJPക്കൊപ്പമാണ് തങ്ങളുടെ മനസ്സ്, BJPക്കൊപ്പമാണ് തങ്ങളുടെ നിലപാടുകൾ. എന്നും ഈ സമരത്തിനൊപ്പം നിന്നിട്ടുള്ളത് BJP മാത്രമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സമരം ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ പോലും BJP ആണ് സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലപാടുകളും BJPക്കൊപ്പമാണ്. മാത്രമല്ല പാലക്കാട്ടെ ജനത അവർ വിവേകമുള്ളവരാണ്. ഏറ്റവും വിവേകത്തോടു കൂടി അവർ തീരുമാനമെടുക്കും. അവിടെ ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പടി മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല CG പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നീ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് തങ്ങളാണ് എങ്കിൽ, മുനമ്പത്തെ ജനതയാണ് എങ്കിൽ, മുനമ്പത്തെ തീരദേശവാസികളാണ് എങ്കിൽ നാളെ തങ്ങൾക്ക് കൂടി ഇതേ അനുഭവം ഉണ്ടാകുമെന്ന് ഓരോരുത്തരും ഭയപ്പെടുന്നുണ്ട്. ആ ഭയം പാലക്കാട്ടെ ജനതയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി മനസ്സിലാക്കിയായിരിക്കും അവർ വോട്ട് ചെയ്യുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി CG കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ സമരസമിതിയുടെ ഒരു നിലപാട് തന്നെയാണ് CG ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ഈ സമരത്തിന് എല്ലാ ഘട്ടത്തിലും നേതൃത്വം നൽകിയിരുന്ന ആളാണ് CG ജിൻസൺ. മാത്രമല്ല അവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയുമായി ബന്ധപ്പെട്ട മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയുമായി ബന്ധപ്പെട്ട സജീവമായ പ്രവർത്തകയാണ്. അവിടെയുള്ള ഇടവകയുടെ സെക്രട്ടറിയാണ്. അത്തരത്തിലുള്ള CG തന്നെയാണ് ബന്ധപ്പെട്ട നിലപാടുകൾ ഇത്ര കൃത്യമായി ഇത്ര വ്യക്തതയോടുകൂടി തന്നെ പറയുന്നത്. മാത്രമല്ല അവിടെ രാഷ്ട്രീയം കളിക്കുന്ന മുസ്ലിം ലീഗിനും കണക്കറ്റ് തന്നെ സമരസമിതി മറുപടി പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ലീഗ് നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണ്. ആ രാഷ്ട്രീയ നാടകം മനസ്സിലാക്കാത്ത ആളുകളല്ല ഇവിടെയെല്ലാം ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സഭാ മേലധ്യക്ഷന്മാരെ പോയി കാണുന്നു, അവർക്ക് ഉറപ്പുകൾ നൽകി തിരിച്ചു പോയിരുന്നു. എന്നാൽ ഈ ഉറപ്പുകളിൽ തങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. അവിടെ തങ്ങൾക്ക് വേണ്ടത് നീതിയാണ്, കൃത്യമായ ഒരു മറുപടിയാണ്. ഏതെങ്കിലും ഉറപ്പുകൾ കൊണ്ട് കാര്യമില്ല. മാത്രമല്ല സമവായ ചർച്ചകൾ കൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് മുനമ്പം സമരസമിതി വ്യക്തമാക്കുന്നത്. സമവായമല്ല വേണ്ടത്, അവിടെ ഭൂമിക്ക് കരമടച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുമതി തങ്ങൾക്ക് വേണം. ഭൂമി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിലെത്തിയിരിക്കുന്ന ഭൂമി അത് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന ഉറപ്പ് സർക്കാർ അവകാശമാണ് ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമോ സാഹചര്യമോ സ്ഥിതിവിശേഷമോ ഉണ്ടാകാൻ പാടില്ല എന്ന് വ്യക്തമാക്കുക തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പിന്തുണ BJPക്കാണ്. ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ എന്ന അവിടെയുള്ള പിന്തുണ കൃത്യമായി തന്നെ സമരസമിതിയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ സമാന മനസ്കരായ ആളുകളുടെ പിന്തുണ കൂടിയാണ് സ്ഥിതി ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന വഖഫിന്റെ അധിനിവേശത്തെ അഭിമുഖീകരിക്കുന്ന ആ അധിനിവേശത്തിന്റെ ഭീകരതയെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുന്ന ഭീതിയോടെ കഴിയുന്ന ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് എന്ന് പറയുന്നത് ഈ വഖഫ് അധിനിവേശ സമര
സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട്, അധിനിവേശ വിരുദ്ധ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് എല്ലാ ഘട്ടത്തിലും ഒപ്പം നിന്നിട്ടുള്ള BJPക്കൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയായിരിക്കും അവിടെയുള്ള ജനത. മാത്രമല്ല, ഈ സമരസമിതി നേതാവ് എന്ന നിലയിൽ സിജി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തങ്ങൾ കൂടി ഇടത് വലത് മുന്നണികൾക്കെതിരെ വിധി എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നിർണായകമായ ഒരു വിധിയത്തിന് കാത്തിരിക്കുകയാണ് ജനത എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് സിജി കൃത്യമായി തന്നെ. ശരി ജിജീഷ്.